നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീ പാർവതി. പ്രകൃതിദത്തമായ സൗന്ദര്യവർദ്ധക വസ്തു എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ പലരുടെ മനസ്സിൽ ഓടി വരുന്ന ഒന്നാണ് കറ്റാർ വാഴ അഥവാ അലോവേറ. വളരെയധികം ഗുണങ്ങളുള്ള ഒന്നാണ് കറ്റാർ വാഴ, പ്രത്യേകിച്ച് സ്കിന്നിലൊക്കെ പുരട്ടാനായിട്ട്. എന്നാൽ മറ്റു ചിലരിൽ ഒട്ടുമേ വർക്കൗട്ട് ആവാത്ത ഒന്നാണ് അലോവേറ. അപ്പോൾ ഇതിന്റെ റീസൺ എന്താണെന്നും അലോവേറ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം. അലോവേറ വളരെ നല്ലൊരു മോയ്സ്ചറൈസർ ആയിട്ട് പ്രവർത്തിക്കും. പ്രത്യേകിച്ച് ഓയിലി സ്കിൻ ഉള്ളവർക്ക് വളരെയധികം നല്ലൊരു മോയ്സ്ചറൈസറാണ് അലോവേറ. അതുപോലെ തന്നെ സ്കിന്നിൽ ഒട്ടും ഒട്ടിപ്പിടിക്കാതെ ഈർപ്പം നിലനിർത്താനും വളരെയധികം നല്ലതാണ്. സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാൻ സഹായിക്കുന്ന ഒന്നാണ് അലോവേറ. അലോവേറയിൽ ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മുഖക്കുരു നീക്കം ചെയ്യാനും കറുത്ത പാടുകളൊക്കെ നീക്കം ചെയ്യാനും സ്കിന്നിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും തരത്തിലുള്ള റെഡ്നെസ് ഒക്കെ മാറ്റാനും അലോവേറ നല്ലതാണ്. അതുപോലെ വെയിലേറ്റുണ്ടാവുന്ന ഈ കരിവാളിപ്പ്, കറുത്ത പാടുകളൊക്കെ മാറാനും അലോവേറ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ചർമ്മത്തിലുണ്ടാവുന്ന ചുളിവുകൾ നീക്കം ചെയ്യാനും അലോവേറ സഹായിക്കുന്നുണ്ട്. കാരണം ഇതിൽ വൈറ്റമിൻ സിയും വൈറ്റമിൻ ഇയും അടങ്ങിയിട്ടുണ്ട്. കറ്റാർ വാഴ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് ഈ കറ്റാർ വാഴ കട്ട് ചെയ്ത് കഴിയുമ്പോൾ, നമ്മൾ ഫ്രഷ് ആയിട്ട് അലോവേറ കട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൽ നിന്നൊരു ദ്രാവകം വരും, മഞ്ഞ കളറിലൊരു ദ്രാവകം വരും. അതിന്റെ പേരാണ് അലോയിൻ എന്നത്. ഇത് സിവിയർ ആയിട്ടുള്ള അലർജി ഉണ്ടാക്കുന്ന ഒന്നാണ്. മിക്കവരിലും ഇത് ചൊറിച്ചില്, പുകച്ചില് ഇതിനൊക്കെ കാരണമാകും. അതുകൊണ്ട് തന്നെ ഈ അലോയിൻ നീക്കം ചെയ്തിട്ട് വേണം നമ്മൾ എപ്പോഴും അലോവേറ സ്കിന്നിൽ യൂസ് ചെയ്യാനായിട്ട്. സ്കിന്നിലാണെങ്കിലും മുടിയിലാണെങ്കിലും ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഈ അലോയിൻ എന്ന ഈ മഞ്ഞ ദ്രാവകം നീക്കം ചെയ്യണം. അതിനായിട്ട് ഫ്രഷ് ആയിട്ടുള്ള അലോവേറ കട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ രണ്ട് സൈഡും കട്ട് ചെയ്ത് കളയുക. ഒരു 15 മിനിറ്റ് അത് എവിടെയെങ്കിലും ഒന്ന് ചാരി വെക്കുക, ആ ഒരു മഞ്ഞ ദ്രാവകം പോകാനായിട്ട്. അത് കഴിഞ്ഞിട്ട് ഇത് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് ഒരു 30 മിനിറ്റ് കുറച്ച് നേരം തണുത്ത വെള്ളത്തിലിട്ട് വെക്കുക. അങ്ങനെ അലോയിൻ നീക്കം സാധാരണ വെള്ളത്തിലിട്ട് വെക്കുക. അങ്ങനെ ഒരു 30 മിനിറ്റ് കഴിയുമ്പോൾ ഈ ദ്രാവകം അങ്ങ് നീങ്ങിപ്പോക്കോളും. നല്ലപോലെ വാഷ് ചെയ്തിട്ട് മാത്രം ഇത് സ്കിന്നിൽ യൂസ് ചെയ്യുക. നമുക്കറിയാം പലരുടെയും പല ടൈപ്പിലുള്ള സ്കിന്നാണ്. അപ്പോൾ ചിലരുടെ സ്കിന്നിന് ഇത് നീക്കം ചെയ്താൽ പോലും ഒട്ടുമേ അലോവേറ വർക്കൗട്ട് ആവാറില്ല. ചിലർക്ക് ഇത് തേച്ച് കഴിയുമ്പോൾ സിവിയർ ആയിട്ടുള്ള പുകച്ചില്, ചൊറിച്ചില്, റെഡ്നെസ് ഒക്കെ വരാം. അതുപോലെ ചിലർക്ക് ഇത്തരത്തിലുള്ള അലോവേറ സ്കിന്നിൽ അലോവേറ അടങ്ങിയ ക്രീമുകളൊക്കെ അല്ലെങ്കിൽ അലോവേറ ജെല്ലാണെങ്കിലും സ്കിന്നിൽ പുരട്ടിയിട്ട് പുറത്തു പോകുമ്പോൾ, സൺ എക്സ്പോഷർ വരുമ്പോൾ സിവിയർ ആയിട്ടുള്ള ഡാർക്ക്നെസ് അല്ലെങ്കിൽ കറുത്ത പാടുകൾ, പാച്ചസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതായിട്ട് അലോവേറ യൂസ് ചെയ്യുന്ന ചിലർക്ക് സ്കിൻ ഡ്രൈ ആവാനും സാധ്യതയുണ്ട്. ഇത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അലോവേറ യൂസ് ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. പ്രത്യേകിച്ച് പുറത്തൊക്കെ പോകുമ്പോൾ സൂര്യപ്രകാശം അടിക്കുമ്പോൾ ചിലർക്ക് സ്കിൻ ഡാർക്കനിങ് സംഭവിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ അലോവേറ തേച്ച് കഴിഞ്ഞ് പുകച്ചിലും ചൊറിച്ചിലും ഒക്കെ വന്ന് അവിടെ ഇൻഫ്ലമേഷൻ ആയി കഴിഞ്ഞാൽ കാലക്രമേണ മുഖത്ത് കറുത്ത പാടുകളും അങ്ങനെയൊക്കെ വരാനുള്ള സാധ്യതയും കൂടുതലാണ്. സ്കിന്നിൽ കറുത്ത പാടുകളൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഈ പറഞ്ഞ പോലെ കഴുകി വൃത്തിയായിട്ട് മാത്രം യൂസ് ചെയ്യുക. എപ്പോഴും യൂസ് ചെയ്യുന്നതിന് മുമ്പ് എന്തെങ്കിലും അലർജി ഉണ്ടോ എന്ന് സ്കിന്നിൽ എവിടെയെങ്കിലും കയ്യിലോ അല്ലെങ്കിൽ ചെവിയുടെ ബാക്കിലോ ഒക്കെ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. അതിനുശേഷം മുഖത്തൊക്കെ അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. നമുക്കറിയാമല്ലോ, നമ്മുടെ ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പ് ഓരോ രീതിയിലായതുകൊണ്ട് തന്നെ ചിലരുടെ സ്കിന്നിന് ഇത് അത്ര യോജിക്കുന്നതൊന്നല്ല അലോവേറ. എന്നാൽ ചിലരുടെ സ്കിന്നിന് വളരെയധികം തിളക്കം നൽകുന്ന ഒന്നാണ് അലോവേറ. അതുകൊണ്ട് നമ്മുടെ സ്കിന്നിന് പറ്റുന്നതാണോ എന്ന് നോക്കി മാത്രം അലോവേറ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ അലോവേറ അടങ്ങിയ എന്തെങ്കിലും ഫേസ് ക്രീമോ ബോഡി ലോഷൻസോ ഒക്കെ യൂസ് ചെയ്യുമ്പോഴും അത് ശ്രദ്ധിച്ച് മാത്രം യൂസ് ചെയ്യുക. പലർക്കും ഉള്ള ഒരു സംശയമാണ്, വീട്ടിൽ നിന്നുള്ള ഫ്രഷ് അലോവേറയാണോ അതോ കടയിൽ നിന്ന് വാങ്ങുന്ന ജെല്ലാണോ നല്ലത് എന്നുള്ളത്. എപ്പോഴും വീട്ടിൽ നിന്നുള്ള ഫ്രഷ് ആയിട്ടുള്ള അലോവേറ തന്നെയാണ് നല്ലത്. അത് ഈ പറഞ്ഞതുപോലെ തന്നെ 2 സൈഡ് കട്ട് ചെയ്ത് അതിൻ്റെ ആ മഞ്ഞ ദ്രാവകം നീക്കം ചെയ്ത് മാത്രം യൂസ് ചെയ്യുക. അതിലാകുമ്പോൾ കെമിക്കൽസ് ഒന്നും ഇല്ല, നമ്മൾ ഫ്രഷ് ആയിട്ട് വീട്ടിൽ നിന്ന് എടുക്കുന്നതാകുമ്പോൾ. പക്ഷേ കടയിൽ നിന്ന് വാങ്ങുന്ന ജെൽ ടൈപ്പ് ആയിട്ടുള്ള അലോവേറ ആകുമ്പോൾ അതിൽ ചിലപ്പോൾ അതിന് കളർ വരാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് എന്തെങ്കിലും കളേഴ്സ് ആഡ് ചെയ്യാം. പച്ച കളറിലൊക്കെ കൂടുതലായിട്ടും കണ്ടുവരാറുണ്ട്. അതൊക്കെ ആഡ് ചെയ്യുന്ന കളറുകളാണ് ഈ ഗ്രീൻ കളറിലൊക്കെ ജെൽ രൂപത്തിൽ കാണുന്ന അലോവേറ. യഥാർത്ഥ അലോവേറ ആണെങ്കിൽ അത് ട്രാൻസ്പെറന്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന് മണം വരാൻ വേണ്ടിയിട്ടൊക്കെ പലതരത്തിലുള്ള ആർട്ടിഫിഷ്യൽ ഫ്രാഗ്രൻസ് ഒക്കെ ചേർക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അലോവേറ ജെല്ല് പുറത്തുനിന്ന് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് എന്നുള്ളത്. പ്രത്യേകിച്ച് എക്സ്ട്രാ ആയിട്ട് ഫ്രാഗ്രൻസും കളേഴ്സും ഒന്നും ആഡ് ചെയ്യാത്തത് നോക്കി വാങ്ങുക. 99% പ്യുവർ അലോവേറ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് മാത്രം വാങ്ങാൻ ശ്രദ്ധിക്കുക. ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ജെല്ല് വാങ്ങാനും ശ്രദ്ധിക്കുക. ഇത്രയൊക്കെയാണ് നമ്മൾ അലോവേറ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതുപോലെ തന്നെ ഈ കറ്റാർവാഴ പുരട്ടി ഒരുപാട് സമയം വെയിലത്ത് യാത്ര ചെയ്യേണ്ട സമയത്തൊക്കെ ഒരുപാട് കറ്റാർവാഴ അടങ്ങിയ പ്രോഡക്ട്സ് യൂസ് ചെയ്യാത്തതായിരിക്കും നല്ലത്. കാരണം അത് കൂടുതൽ സ്കിൻ ഡാർക്കനിങ്ങിനായിരിക്കും കാരണം ആവുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഇത് കറ്റാർവാഴ യൂസ് ചെയ്ത് കഴിഞ്ഞ്
സിവിയർ ആയിട്ട് ബേണിങ്ങോ ചൊറിച്ചിലോ അങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്കിൻ തണുത്ത വെള്ളം ഉപയോഗിച്ച് വാഷ് ചെയ്ത് കളയുക. അല്ലെങ്കിൽ വാഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഐസ് ക്യൂബ്സ് വെക്കുന്നതും നന്നായിരിക്കും. അതുപോലെ തന്നെ ഈ അലോവേറ ജെല്ലൊക്കെ പുരട്ടുകയാണെങ്കിൽ കുറച്ച് സമയം വെച്ചതിന് ശേഷം അതങ്ങ് കഴുകി കളയുന്നത് തന്നെയാണ് നല്ലത്. കാരണം ചിലരിൽ ഇത് കൂടുതൽ സ്കിൻ ഡ്രൈ ആവുന്നതിന് കാരണം ആവാറുണ്ട്. പിന്നെ കറ്റാർവാഴ നമുക്ക് ഒട്ടുമേ നമ്മുടെ സ്കിന്നിന് പറ്റുന്നില്ല, ഹൈപ്പർ സെൻസിറ്റീവ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ഇത്തരത്തിൽ കറ്റാർവാഴ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അതിന് പകരം നമുക്ക് കുക്കുംബർ ജ്യൂസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ റോസ് വാട്ടർ ടോണർ യൂസ് ചെയ്യുന്നതും നല്ലതായിരിക്കും. ഈ കറ്റാർവാഴയ്ക്ക് പകരമായിട്ട് അത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ജെല്ലായിട്ട് വാങ്ങുന്നതാണെങ്കിൽ അത് ആൽക്കഹോൾ ഫ്രീ, പാരബൻ ഫ്രീ ആണോ എന്നൊക്കെ നോക്കിയിട്ട് മാത്രം വാങ്ങുക. ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ലല്ലോ എന്ന് നോക്കി വാങ്ങുക. 99% പ്യുവർ അലോവേറ ആണോ എന്ന് നോക്കി വാങ്ങുക. അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ട് വീട്ടിൽ നിന്നൊക്കെ തന്നെ കിട്ടുന്ന അലോവേറ യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകും എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.